ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് സന്തോഷവും അതിനോടൊപ്പം തന്നെ കുറച്ചധികം സങ്കടമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ കഥ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. ഇന്ന് എന്നെ ഒരു പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ കാണാൻ വന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ മകളാണ്. ആ അമ്മ എനിക്ക് കുറച്ച് നാളായിട്ട് അറിയാമായിരുന്നു. അമ്മയെ ഞാൻ കുറച്ച് നാൾ നോക്കിയതാണ്. അപ്പം ഞാനിങ്ങനെ അവരെ അറിയാവുന്നതുകൊണ്ട് തന്നെ ചോദിച്ചു എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പം ചേച്ചി ഈ വന്ന പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ ചീട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി അമ്മയുടെ കാര്യം എന്തോ പറയാനാണ് വന്നത്. അപ്പം അവർ പറഞ്ഞു, ഡോക്ടറെ അമ്മയ്ക്ക് ഇതേപോലെ ക്യാൻസറാണ് അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അറിയാം, ഞാൻ ഇതേപോലെ ഒരു തവണ പേഷ്യൻറ്റിനെ വീട്ടിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം RCCയുടെ ട്രീറ്റ്മെൻറ്റാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ റിപ്പോർട്ട്സൊക്കെ തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച റിപ്പോർട്ടിൽ എന്തെങ്കിലും സംശയം ചോദിക്കാനായിരിക്കും അവർ വന്നതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വന്നത്, എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ, അതായത് അമ്മയെ വീട്ടിൽ വന്ന് കാണേണ്ട വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ്, ഡോക്ടറെ അമ്മയ്ക്കിപ്പോൾ കീമോ ഒരു 9-10 സൈക്കിൾ എന്തോ ആയി. പുള്ളിക്കാരിക്ക് ഓറൽ കാർസിനോമയാണ്, അതായത് കവിളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ട്യൂമർ. അപ്പോൾ 9-10 കീമോ ആയി. അമ്മ വല്ലാണ്ടങ്ങ് മെലിഞ്ഞു, വല്ലാണ്ട് അവശയായി. അമ്മയ്ക്ക് ആഹാരം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കീമോ ഒക്കെ കഴിയുന്നതുകൊണ്ട് അമ്മയുടെ വായൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിയതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടത്തിന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര സങ്കടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, കീമോ ചെയ്യുന്ന എല്ലാ പേഷ്യൻസിനും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അമ്മയുടെ റെക്കോർഡ്സിനകത്തുനിന്ന് അമ്മയ്ക്ക് ഒരു മെറ്റാസ്റ്റാറ്റിക് കാർസിനോമയാണ്, അതായത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പകരുന്ന ഒരു തരം ട്യൂമറുമാണ്. സോ കീമോ അത്യാവശ്യമാണ്. പക്ഷെ അത് കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡോക്ടറെ അവസാനമായിട്ട് ഞങ്ങൾ RCCയിലെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് ഡോക്ടറെ നോക്കി എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർക്ക് അതെന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഈ കീമോ നിർത്തിയിട്ട് അമ്മയ്ക്ക് സമാധാനമായിട്ട് വീട്ടിൽ ഇരിക്കണമെന്നാണ് ആഗ്രഹം എന്ന് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് ചോദിച്ച ഇതാണ്, അതായിരുന്നു അവരുടെ ആവശ്യവും. ഡോക്ടറുടെ അഭിപ്രായത്തിൽ എന്താ നല്ലത് ഡോക്ടറെ, ഞങ്ങളിനി കീമോ കണ്ടിന്യൂ ചെയ്യണോ അതോ കീമോ കണ്ടിന്യൂ ചെയ്യാതെ അമ്മയുടെ ഇഷ്ടത്തിന് വിടണോ? ഇതാണ് അവരെന്നോട് ചോദിച്ചത്. ശരിക്കും ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടായി. കാരണം എന്താണെന്നറിയോ, ശരിക്കും ഞാൻ ആരുമല്ല, ഞാനൊരു സാധാരണ ഡോക്ടറാണ്. നമുക്ക് വലിയ ഡിഗ്രീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, RCCയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു പേഷ്യൻറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ അമ്മയുടെ ജീവനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തിന് എൻ്റെ ഒപ്പീനിയനാണ് വലുതെന്ന് അവർ പറയാണ്. സോ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒരു സാധനം അതിനെ എന്നെ ഏൽപ്പിച്ചിട്ട് ഡോക്ടർ തീരുമാനിക്കുന്നതാണ് ഇനി ഞങ്ങൾ അങ്ങോട്ട് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. സോ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ എന്തൊക്കെയോ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അവരെന്നെ വിശ്വസിക്കുന്നത്. ആ ട്രസ്റ്റ് ഇപ്പോൾ എത്ര ഡോക്ടർമാർക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര രോഗികൾക്ക് ആ ഡോക്ടർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോയെന്നോ എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ട്രസ്റ്റ് എനിക്ക് ചിലരിൽ നിന്നെങ്കിലും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ എനിക്ക് ആ ചോദ്യത്തിൻ്റെ വാലിഡിറ്റി ഭയങ്കരമായിട്ട് എന്നെ ഹോണ്ട് ചെയ്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആയിരുന്നു. ഇപ്പോൾ ആ അമ്മയുടെ കേസ് തന്നെ എടുക്കുക. അമ്മയ്ക്ക് സ്റ്റേജ് 4 കാർസിനോമയാണ്, മെറ്റാസ്റ്റാറ്റിക് ആണ്, അതായത് അമ്മയുടെ ക്യാൻസർ എൻഡ് സ്റ്റേജിലാണ്. അതുപോലെ ശരീരത്തിലെല്ലാം പകർന്നിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് 74 വയസ്സുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ മുന്നിൽ ഒരു ഡോക്ടറെ മുന്നിൽ എത്തുമ്പോൾ അവർക്കുള്ളത് 2 ഓപ്ഷനാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്കതിനെ ക്യൂർ ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. എന്ന് കരുതി എല്ലാ ക്യാൻസറുകളും പൂർണ്ണമായി മാറാൻ പറ്റില്ലെന്നല്ല. ഒരുപാട് ക്യാൻസേഴ്സിന് ഇപ്പോൾ കംപ്ലീറ്റ് ക്യൂർ ഉണ്ട്. പക്ഷേ ഇത്തരം ട്യൂമറുകൾ നമുക്ക് പൂർണ്ണമായി ക്യൂർ ചെയ്യാൻ പറ്റില്ല. സോ ഡോക്ടറെ മുന്നിലുള്ള 2 ഓപ്ഷനാണ്. ഒന്ന് കീമോതെറാപ്പിയും റേഡിയേഷനായിട്ട് മുന്നോട്ട് പോവുക. അതാണ് മിക്ക ഡോക്ടേഴ്സും എടുക്കുന്നൊരു സ്റ്റാൻഡ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കുറേ കൂടെ ഹ്യൂമാനിറ്റേറിയനാണ്. അതായത് എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ രോഗിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ചികിത്സിക്കുക. ഇപ്പോൾ 74 വയസ്സുള്ള ഒരമ്മ, ആ അമ്മയുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക, അതായത് ഇത്രയും നാളും ഞാൻ കണ്ട രോഗികളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 74 വയസ്സുള്ള ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരവരുടെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, എന്നിട്ട് മനസ്സമാധാനത്തോടെ മരിക്കുക. അതാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം. ആ ആവശ്യം ഞാൻ മീറ്റ് ചെയ്യണോ അതോ ബൈ ടെക്സ്റ്റ് ബുക്ക്, അതായത് ഞാൻ പഠിക്കുന്ന എൻ്റെ പുസ്തകത്തിലുള്ള ഈ കീമോതെറാപ്പിയും റേഡിയേഷനും ഫോളോ ചെയ്യണോ? എന്നോട് പേഴ്സണലി ഓരോ ഡോക്ടർമാർക്കും അഭിപ്രായങ്ങൾ വെവ്വേറെ വ്യത്യസ്തപ്പെട്ടിരിക്കാം. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ അമ്മയാണെങ്കിൽ, എൻ്റെ രോഗിയാണെങ്കിൽ ഞാൻ ഒരിക്കലും ആദ്യത്തെ ഓപ്ഷനെ എടുക്കൂ. രണ്ടാമത്തെ ഓപ്ഷന് കീമോതെറാപ്പി എന്ന് പറയുന്ന സാധനത്തിലൂടെ ഞാൻ പോവില്ല. കാരണം ഞാൻ കീമോതെറാപ്പിയോ റേഡിയേഷനോ ചെയ്ത് ആ അമ്മയ്ക്ക് നേടിക്കൊടുക്കാൻ പോകുന്ന ഏതാനും മാസങ്ങൾ, ഇപ്പോൾ ഒരു 6 മാസം അമ്മയ്ക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, അതിലൊരു 3 മാസം അമ്മ ആശുപത്രിയിലായിരിക്കും.
ആ 3 മാസത്തിൽ തന്നെ ബാക്കി ശേഷിക്കുന്ന 3 മാസത്തിൽ ഒരു 5.5 മാസം അല്ലെങ്കിൽ ഉള്ള മുഴുവൻ സമയത്തും പുള്ളിക്കാരി സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോ അതിഭയങ്കരമായ ക്ഷീണത്തിലോ ഛർദ്ദിലോ ഒക്കെ ആയിരിക്കും. സോ ഒട്ടും ആരോഗ്യമില്ലാത്ത, ഒട്ടും സന്തോഷമില്ലാത്ത, ആരെയും കാണാൻ കഴിയാത്ത 6 മാസത്തേക്കാൾ എനിക്ക് എൻ്റെ രോഗിക്ക് അവർ സമാധാനമായിരിക്കുന്ന, അവർ സന്തോഷമായിരിക്കുന്ന, അവർക്കറിയാവുന്ന ആളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു മാസം കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത്തരം പേഷ്യൻസിനെ നമ്മൾ, അതായത് ഒരിക്കലും രക്ഷപ്പെടില്ല, നമ്മളാരും ദൈവങ്ങളല്ല, പക്ഷേ നമ്മളുടെ ഈ പരിമിത അറിവിൽ നിന്ന് നോക്കുമ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തൊരു രോഗിയാണെങ്കിൽ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് അവരെ കംഫർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്താ പറയുക, പാലിയേറ്റീവ് തെറാപ്പി എന്നൊക്കെ പറയും. ഇപ്പം നമുക്കെല്ലാവർക്കും ഈ പാലിയേഷൻ എന്ന് പറയുന്ന കുറേയൊക്കെ സുപരിചിതമാണെന്ന് തോന്നുന്നു. ആ പാലിയേറ്റീവ് തെറാപ്പി മാത്രമാണ് പേഷ്യൻ്റ് ആവശ്യം. അല്ലാതെ എന്താ പറയുക, ഇത് ഞാൻ ഒരു കേസിൽ മാത്രം പറയുന്നതല്ല, ഞാൻ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. 80, 90 അല്ല 100 വയസ്സുള്ള അച്ഛനെയും അമ്മയും എന്തിനാണെന്നറിയില്ല, എന്തിനോ വേണ്ടി ഒരു മൂക്കിൽ ഒരു ട്യൂബിട്ട്, യൂറിന് ഒരു ട്യൂബിട്ട്, ഒരു വെന്റിലേറ്ററും വെച്ച് ഹോസ്പിറ്റലിൽ കിടത്തുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈവൻ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്താൽ പോലും, അതായത് ഈ വെന്റിലേറ്ററും ആർ ടി അതായത് റൈൽസ് ട്യൂബ് പോലത്തെ സാധനങ്ങൾ വേണ്ടാന്ന് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്താൽ പോലും അത് നിർബന്ധിക്കുന്ന മക്കളുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പേഷ്യൻറ്റിന് ഒരു ഇൻവേസീവ് ആയ ഒരു കാര്യം ചെയ്യുന്നു, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വെന്റിലേറ്ററിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകണമെങ്കിൽ ആ പേഷ്യൻറ്റ് തിരിച്ചു വരുമ്പോൾ അവന് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവണം. ആ പ്രയോജനത്തിന് വേണ്ടി, ഉദാഹരണത്തിന് 30 വയസ്സുള്ള ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, അയാൾക്ക് ഒരു ബ്രെയിൻ ട്രോമ സംഭവിച്ചു, അയാളെ വെന്റിലേറ്റർ ഇടുന്നതിന് നമുക്കൊരു കാര്യമുണ്ട്. കാരണം അയാൾക്ക് 30 വയസ്സേ ആയിട്ടുള്ളൂ. അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അയാൾക്ക് ഇനിയും 30, 40 വർഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനുണ്ട്. അതാണ് ആ പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഡോക്ടറുടെ ന്യായം. പക്ഷേ 80, 90 വയസ്സായ ഒരാളെ നമ്മൾ എന്തിനിങ്ങനെ നരയിപ്പിക്കണം എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഞാൻ വെന്റിലേറ്ററിൽ കിടന്ന ഒരാളാണ്. എനിക്ക് ഒരു സർജറിയുടെ കോംപ്ലിക്കേഷൻ കാരണം ഒരു വെന്റിലേറ്റർ ഐ മീൻ ബൈപ്പാപ്പ് പോലെ ഒരു മെഷീൻ, വെന്റിലേറ്ററിനേക്കാളും പെയിൻലെസ് ആയിട്ടുള്ളൊരു സാധനമാണ് ബൈപ്പാപ്പ്, അത് വെച്ച് കിടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. സോ എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഒരു വെന്റിലേറ്റർ നമ്മളൊരു പേഷ്യൻറ്റിനെ കടുപ്പിച്ചിട്ട് നമ്മൾ കിടത്തുമ്പോൾ നമ്മുടെ നെഞ്ചത്ത് 4, 5 പേര് കയറി ഇരിക്കുമ്പോൾ നമ്മൾ ശ്വാസം വിടുന്ന പോലെ ആയിരിക്കും. അത്രയ്ക്ക് പെയിൻഫുള്ളാണ്. സോ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കുക, 70, 80, 90, 100 വയസ്സുള്ള ഒരാളെ നമ്മൾ ഒരാഴ്ചയോ ഒരു മാസത്തിനോ വേണ്ടി അവരുടെ ജീവിതത്തിൽ മനോഹരമായേക്കാവുന്ന ചില മണിക്കൂറുകളാണ് മാറ്റി വെക്കുന്നതെങ്കിൽ ആ മണിക്കൂറുകളാണ് അവർക്ക് വിലപ്പെട്ടത്. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. ഒബ്വിയസ്ലി ഇന്നിപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ ആണെങ്കിൽ നമുക്ക് അവരോടുള്ള സ്നേഹം ആ സ്നേഹം കൊണ്ടാണ് 99% പേരും ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പം ഞാൻ ആരെയും കുറ്റം പറയല്ല. ചിലപ്പം കുടുംബത്തിലുള്ളൊരു അമ്മാവനായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളൊരു വല്യച്ഛനായിരിക്കാം വന്നിട്ട് പറയാം അവന് അമ്മയോടും അച്ഛനോടും സ്നേഹമില്ല, അതുകൊണ്ടാണ് ആശുപത്രി കൊണ്ടുപോകാത്തത്. അങ്ങനെയല്ല. അച്ഛനോടും അമ്മയോടും നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരെ മനസമാധാനത്തോടെ മരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യന്മാർക്കും, എല്ലാ ജീവികൾക്കും മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക എന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് മനസമാധാനത്തോടെ സന്തോഷത്തോടെ മരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മരിക്കുകയാണെങ്കിൽ APJ അബ്ദുൽ കലാം മരിച്ചതുപോലെ മരിക്കണമെന്ന്. കാരണം പുള്ളി എങ്ങനെ മരിച്ചതെന്ന് ആലോചിക്കുക. പുള്ളി കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുഴഞ്ഞു വീണ് കാർഡിയാക് അറസ്റ്റ് വന്നാണ് മരിച്ചത്. ഒന്ന് ആലോചിച്ച്, പുള്ളി ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അറിവ് പകർന്നു കൊടുക്കുക, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക എന്നുള്ളത്. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. സോ അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, പുള്ളി വളരെ സന്തോഷവാനായാണ് മരിച്ചതെന്ന്. അതുപോലുള്ള മരണം നമുക്കുണ്ടാവട്ടെ, അതുപോലുള്ള മരണം നമ്മൾ കാരണം മറ്റുള്ളവർക്കുണ്ടാവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സ്നേഹം കൂടുതൽ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആ സ്നേഹം കൂടുതൽ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കുക. 90, 95 വയസ്സുള്ള നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അവസാന നിമിഷത്തിൽ അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വരുമ്പോൾ അത് റിപ്പയറബിൾ അല്ലെങ്കിൽ ഡോക്ടർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അതിനപ്പുറം നിങ്ങൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരാഴ്ച പരിചയമുള്ള ആരുമില്ലാത്ത, സമയമറിയാത്ത, സ്ഥലമറിയാത്ത ഒരു ICU മുറിയിൽ മൂക്കിലൂടെയും വായിലൂടെയും മലദ്വാരത്തിലൂടെയും ട്യൂബിട്ട് കിടക്കുന്നതല്ല. അവർക്ക് വേണ്ടത് നിങ്ങളുടെ സ്വാമീപ്യമാണ്. അവരുടെ മക്കളും കൊച്ചുമക്കളും ചുറ്റും കൂടി നിൽക്കുന്ന ഒരു മുറിയിലും മനോഹരമായി എല്ലാ സുഖങ്ങളോടും മരിക്കാനുള്ളൊരവസരമാണ് അവരൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടത്. അത് നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുള്ളായിരുന്നു വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ.